അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ വയനാട് ചൂരൽമലയിലുണ്ടായ ആ ഒരു ഏഹ്, ഉരുൾപൊട്ടലിൽ കുറേ ആളുകൾ മരിച്ചുപോയി. അതിന് സഹായിക്കാൻ വന്ന SYSനെയും SKSSനെയും അതുപോലെ DYFനെയും പല സന്നദ്ധ സംഘടനകളെയും വൈറ്റ് ഗാർഡിനെയും ഇങ്ങനത്തെ ആളുകളെല്ലാം പരിഹസിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. TG മോഹൻദാസ് എന്ന് പറയുന്ന ഒരു മൃഗീയ, ഒരു മനുഷ്യത്വമില്ലാത്ത മനുഷ്യൻ്റെ വാക്കുകൾ. ഈ TG മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി ഒരു യഥാർത്ഥ സംഖ്യയാണ് തന്നെ നമുക്ക് പറയാം. ഒരു മനുഷ്യത്വമില്ലാത്ത ഒരു മനുഷ്യൻ. അതിൽ സന്നദ്ധ പ്രവർത്തനം ചെയ്ത അവരെക്കുറിച്ച് പരിഹസിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എത്ര വർഗീയതയുണ്ട് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മതി. അതേപോലെ തന്നെയാണ് ABC മലയാളം എന്ന് പറയുന്ന വർഗീയ ചാനലും. ആ ചാനലിൽ വന്ന ഒരു ഇൻ്റർവ്യൂവിലാണ് ഇദ്ദേഹം SYSനെയും SKSSനെയും DYFനെയും വൈറ്റ് ഗാർഡിനെയും അതുപോലെ മറ്റുള്ള സംഘടനകളെല്ലാം വിമർശിക്കുന്നത്. അതിൽ കൂടുതലും വിമർശിച്ചത് നമ്മുടെ SKSSനെ SYSനൊക്കെയാണ്. അതിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഒരു പ്രളയം വന്നപ്പോഴും ഒരു ഉരുൾപൊട്ടൽ വരുമ്പോഴും ഒരു ആപത്ത് വരുമ്പോഴും മുന്നിട്ടിറങ്ങുന്ന സന്നദ്ധ സംഘടനകളെ പരിഹസിക്കുന്ന ഇവരെ പോലത്തെ ചെറ്റകളായ ആളുകളുണ്ട്. ഇവർ ഇതിൽ ആഹ്ലാദിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. ഒരു പ്രളയം വരുമ്പോഴും ഒരു ഉരുൾപൊട്ടലൊക്കെ വരുമ്പോൾ ആളുകൾ മരിക്കുമ്പോഴെല്ലാം സന്തോഷിക്കുന്ന ഇവരെ നമ്മൾ എന്താ പേരിട്ട് വിളിക്കാന്നൊന്നും നമുക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ആ അപകടങ്ങളും ഈ ഓരോരോ പ്രശ്നങ്ങളും വരുമ്പോൾ സന്തോഷിക്കുന്ന ആളുകളാണ് ഇവർ. ABC മലയാളത്തിലെ അവതാരകൻ പോലും മഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് മഞ്ഞഗാർഡ്, വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് വെള്ളഗാർഡ് എന്ന് പരിഹസിക്കുന്നത് കണ്ടു. ഇതുപോലത്തെ ചാനലുകൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇവരെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ്? എന്താ ഇവരോട് നമുക്കുള്ളൊരു ഗുണം? നാട്ടിൽ ഇന്ന് ഈ ഒരു വയനാട്ടിലെ ഈ പ്രശ്നം കൊണ്ട് സങ്കടങ്ങളിൽ എല്ലാവരും മുഴുകിയിരിക്കുന്ന സമയത്താണ് ഇവർ സന്തോഷിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ വെക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിനെ പോലത്തെ ഒരു ചെറ്റൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ വെക്കാൻ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹം ഒരു മനുഷ്യനാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ആനയുടെ മുമ്പിൽ അകപ്പെട്ട ഒരു അമ്മ നമ്മൾ കഷ്ടപ്പാടല്ലാണെന്ന് പറഞ്ഞപ്പോൾ ആന കണ്ണുനീരൊലിപ്പിച്ചെങ്കിൽ ആ ആന അവർക്ക് ഒരു കാവലായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ആ ആനയുടെ മനസ്സ് പോലും ഇല്ലാത്ത മനുഷ്യരാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ കാലും ചോട്ടിൽ നേരം വെളുക്കുന്നവരെ കിടന്നു. ഞങ്ങള് എണീച്ച് നിൽക്കാൻ ആംബിയറില്ല. നേരം വെളുക്കുന്നവരെ മഴ ഫുള്ളും നനഞ്ഞ് മൂപ്പിനടുത്തുനിന്ന് നേരം വെളുത്ത 6 മണിയായപ്പോ എവിടത്തേക്കോ ആൾക്കാര് ഞങ്ങളെ രക്ഷിക്കാൻ, ഞങ്ങളെ നാട്ടിൽ ആരും ഇല്ലല്ലോ, എല്ലാരും പോയില്ലേ, ദൂരത്തുനിന്നൊക്കെ